ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് വലിയ വ്ളോഗാണ്. അപ്പോൾ കുറച്ച് 2-3 പാട്ടായിട്ടിടാം. ആദ്യം രാവിലെ തന്നെ ഐസൂനെ നഴ്സറിയിലെ ടീച്ചറെ വീട്ടിൽ കൊണ്ടുപോയി. കാരണം ഇന്ന് ഇമ്മനെ കാണിക്കാൻ പോവാണ്ടേനി. അപ്പം ഓനെ അവിടെ കൊണ്ടുപോയി ഞാൻ ഇമ്മനെ കാണിക്കാനായിട്ട് ബസ് കയറാൻ പോവാണ് ഗൈസ്. പിന്നെ ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നൊരാൾ 2 വർഷത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നു ഗൈസ്. അപ്പം ഇമ്മനൊക്കെ കാണിച്ച് വന്നിട്ട് അതൊന്നും ഇതിൽ ഞാൻ കാണിച്ചില്ല. അത് കഴിഞ്ഞ് ഇമ്മനെ ഞാൻ കടലുണ്ടിക്ക് പറഞ്ഞയച്ച് ഞാൻ രാമനാട്ട ബസ് കയറി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നാളെ വാലൻറ്റൈൻസ് ഡേയും കൂടിയല്ലേ. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 13-നാണ്. അപ്പം ആൾ ലാൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി 14-നാണ്. അപ്പോൾ അതിന് സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പൂക്കളും ഒക്കെ വാങ്ങാനായിട്ടാണ് ഞാൻ പോയത്, ഒരു ബൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് കടലുണ്ടി ബസ്സിന് കിട്ടി രാമനാട്ടേന്ന്. അപ്പോൾ രാത്രി 11:30 കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുത്ത് 7 ഫ്ലവറാണ് ഞാൻ വാങ്ങിയത്. അപ്പം കുറച്ച് നല്ല പൈസയാണ്, എന്നാലും സന്തോഷമല്ലേ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്ത് പിന്നെ അത് നമ്മൾ ഈ ബൊക്കെ ഷീറ്റ് വാങ്ങിനു. അപ്പോൾ അതിൽ ചെയ്തെടുത്ത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ബൊക്കെ ഷീറ്റിൽ സെറ്റ് ചെയ്തിട്ട് നേരെ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പം ഇത് നെക്സ്റ്റ് ഡേ 2 മണിയാണ് ഗൈസ്. നമ്മളാളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആവാണ് ഗൈസ്. വേറെ ആരല്ല ഗൈസ് വരുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് ഗൈസ്. 2 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബൊക്കെയൊക്കെ എടുത്ത് അത് ഞാനൊരു ബാഗിൽ വെച്ചു. കാരണം അങ്ങനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടൊരു ബാഗിലിട്ടു. ഒരു ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ നമ്മൾ കോളേജിലൊക്കെ കൊണ്ടുപോകണം, അപ്പോൾ അതിലിട്ടു. അപ്പോൾ ഓട്ടോ റിക്ഷയിലാണ് പോകുന്നത്. നമ്മൾ 2 ഓട്ടോയിലായിട്ടാണ് ആൾക്കാർ പോകുന്നത്. വലിയ കാക്കയും താത്തയും കാത്താണിക്കുന്ന അവിടുന്ന് നേരിട്ട് വരാൻ പറഞ്ഞ്. ഇത് ഞാനും ചെറിയ താത്തയും മക്കളും ഉമ്മയും ഇവിടുന്ന് കടലുണ്ടിന്ന് പോവാന്ന് വെച്ച്. അതാണ് എൻ്റെ കുഞ്ഞു കാക്ക. പിന്നെ ഇതാണ് രാത്രി 2 മണിക്കാണ് ഗൈസ്. പൊലിച്ചക്ക് 2 മണിക്ക് എങ്ങനെയുണ്ടാകും? നല്ല രസം ഉണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ ആ സർക്കിളിലെത്തിയിട്ട് എയർപോർട്ട് റോഡിലേക്ക് തിരിയുന്ന അവിടുത്തെ ആ സർക്കിൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തി. നമ്മൾ അവിടെ പോയതിൻ്റെ ശേഷം കുറച്ചൊന്ന് ഡിലേ ആയിരുന്നു. കാരണം 1/2 മണിക്കൂർ പോലെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. ഇതാണ്ട് വലിയ ആൾക്ക് അടുത്ത ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ചെന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കേനി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയില്ല, വണ്ടി പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് നടന്നു പോയി. നമുക്ക് എങ്ങനെയോ ആണ് നടക്കുന്നത്, അതൊന്നും നോക്കണ്ട. ഈ അനുഭവം ഫസ്റ്റ് അനുഭവമാണ്. കാരണം ഇമ്മയും ഇപ്പൊക്കെ പോയിട്ടുണ്ട്, അവരൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെന്നല്ലാതെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ പോക്കേനി, ആദ്യത്തെ വരവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടേനി. പിന്നെ അതിൻ്റെ ഒരു നല്ല സന്തോഷവും ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഫ്ലവറൊക്കെ പിടിച്ച് ഞാൻ അങ്ങനെ നടന്ന് കുറേ കാലത്തിന് ശേഷം കാണാൻ പോവല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എന്നെ അവിടെ കളിയാക്കണമൊക്കെ ഉണ്ടേനി, അത് വേറെ കാര്യം. നല്ല രസമായിന്. ഞങ്ങൾ എന്നിട്ട് അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. കാരണം 1/2 മണിക്കൂർ ലേറ്റായി. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേ നിന്നിരുന്നേ. അപ്പം ഇങ്ങോട്ടേക്ക് വിടൂല, അത് വഴി അങ്ങോട്ട് പറഞ്ഞേക്കാരണം. അപ്പോൾ അതിൽ പോയി. അപ്പോൾ ഈ തണിക്കേസ് എൻ്റെ പിയാപ്പിള വരുന്നു. ഇതേ കാണുന്ന ആ നീല ടീഷർട്ട് ഇട്ട ആളെ കാണുന്നുണ്ടോ? അതാണ് കേസ് എൻ്റെ പിയാപ്പിള. അങ്ങനെ വന്ന് പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. ബൊക്കെ കൊടുക്കുന്നത് എന്നെ കിട്ടിയതേ ഇല്ല ആ വീഡിയോയിൽ. ഞാൻ വേഗം കൊടുത്ത് അങ്ങോട്ട് പോകുന്നത്. കാരണം അതിൽ തിക്കും തിരക്കായ കാരണം ബൊക്കെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവ കണ്ട സന്തോഷമാണ് ഗൈസ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ തിരിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ തന്നെ പോകുന്നു കേട്ടോ. ഉമ്മനെ ഞങ്ങൾ വലിയാക്കൻ്റെ ഓട്ടോറിക്ഷയിലേക്ക് തട്ടി. അങ്ങനെ കൊണ്ടുവന്ന പെട്ടികൾ ചുമക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. കൊണ്ടുവന്ന ആളെ കൊണ്ട് തന്നെ നമ്മൾ പെട്ടി ചുമക്കുന്നു ഗൈസ്. കാരണം അങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷ പോവില്ല, നമ്മൾ ചെറിയ ഇടവഴിയാണ്, അങ്ങോട്ടേക്ക് വല്ല വണ്ടി ഒന്നും പോവില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, വാതിലൊക്കെ നിന്ന് ലഗേജൊക്കെ ഉള്ളിലേക്കാക്കി. അപ്പം തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടോ.
അപ്പം തന്നെ പൊട്ടിച്ചാൽ അപ്പം തന്നെ നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച്. പക്ഷെ ഒന്നും ഓലെ കാറും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കൊടുത്തതെന്നല്ലാണ്ട് മിഠായികളൊന്നും അങ്ങനെ വല്ല എടുത്തിട്ടില്ലേനി. അപ്പോൾ പെട്ടിയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ പാർട്ട് 1. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 വെയിറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് വെച്ചാൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.